നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അജ്രക്ക് പ്രിൻ്റ് വരുന്ന ഒരു ടൈപ്പ് സാരിയുണ്ട്. പിന്നെ എന്നോട് എന്നും ഒത്തിരി പ്രാവശ്യം ഞാനിപ്പം ഇങ്ങനെ മെസ്സേജുകൾ വന്ന് കിടക്കുന്ന കണ്ടു, ഈ സെമി ടസർ ഇച്ചിരി ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന സെമി ടസർ കൊണ്ടുവരാമോ കാണിക്കാമോ എന്ന് ചോദിച്ചു. സാധാരണ സെമി ടസർ നമ്മൾ ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കും, എന്നാലും കുറച്ച് ഇച്ചിരി ആഡംബരമുള്ള സെമി ടസർ എന്ന് പറയുന്നത് നമുക്കറിയാം. ടസറിൻ്റെ പ്യുവർ ടസറിൻ്റെ സാരികൾ വാങ്ങിക്കുമ്പം അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ 4500, ഏറ്റവും കുറഞ്ഞത്. അതിനൊക്കെ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. അത്രയും റേറ്റ് തൊട്ടാണ് സ്റ്റാർട്ടിങ് റേറ്റ്. പക്ഷേ ഇപ്പം ശരിക്കും പറയാം, ടസർ പ്യുവർ ടസറിന് ആൾക്കാർ വളരെ മജോറിറ്റി പണ്ടത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. കാരണം പ്യുവർ ടസറിനെ തോൽപ്പിക്കുന്ന സെമി ടസർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിന് വേണ്ടി ഇപ്പോൾ ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന സെമി ടസർ, പക്ഷേ ടസർ അല്ലെന്ന്, അതായത് പ്യുവർ ടസർ അല്ലെന്ന് ആരും തോന്നത്തില്ല. അത് അത്രയ്ക്ക് എന്നാ പറയുന്നത്, ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോപ്പി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്. അത്രയ്ക്ക് ടസറിൻ്റെ ടെക്സ്ചറുള്ള ഒരു ടൈപ്പ് സാരിയാണ് ഞാൻ വേറൊരു മോഡൽ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ, വേറൊരു റോസിൽ അടിയിലുണ്ടല്ലേ. ആദ്യത്തെ സാരി ഇതാട്ടോ. ഇത് ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കാൻ നല്ല സാരിയാണ്. ടസർ സാരി നിങ്ങൾ ഫങ്ഷൻ ഉടുത്ത പോലെ തന്നെയായിട്ട് പോവുകയും ചെയ്യാം. വില അതിനനുസരിച്ച് അത്രയൊന്നും മുടക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ ബോർഡറായിട്ട് വന്നിട്ട് ബോഡി ഫുള്ള് ബുട്ടയൊക്കെ ആയിട്ട്. ബുട്ട എന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രിൻ്റ് അല്ല, എല്ലാം വീവിങ് ആണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇച്ചിരി ഗ്രാൻഡ് ആയിട്ടുള്ള സെമി ടസർ സാരി, അതായത് നമ്മൾ ഫങ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സെമി ടസർ സാരി. അതിൻ്റെ ഗ്രാൻഡ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അതിൻ്റെ ആ ഒരു സ്റ്റഫ് തന്നെയാണ്, ടസറിൻ്റെ സ്റ്റഫ്. ടസർ അല്ലെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല, നമുക്ക് സ്വയം തോന്നുമായിരിക്കും. കാരണം ഈ ഒത്തിരി അങ്ങോട്ട് കാശ് മുടക്കി കഴിയുമ്പോൾ ഏതാണ്ട് ഭയങ്കര കോൺഫിഡൻസ് അങ്ങ് കൂടും. ഇതാണ് അതിൻ്റെ ബ്ലൗസ് ഉണ്ടാവും. ഇതിപ്പോൾ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ്. ചിലപ്പം ചില സാരിയൊക്കെ ഭയങ്കര 10,000 20,000-ൻ്റെ സാരി ആണെങ്കിൽ പോലും എന്തോരം പൈസ മുടക്കിയതാണെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലത് പൈസ മുടക്കിയതാണെന്നുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അല്ലാതെ ചിലപ്പോൾ മനുഷ്യർക്ക് ചേരണമെന്നില്ല. അത് എന്നിട്ട് എന്തെടുക്കും, ഒറ്റ പ്രാവശ്യം എടുക്കും, പെട്ടി വെച്ച് പൂട്ടും. അടുത്തത് ഇതിൻ്റെ വാടാമുല്ലയുടെ ഡാർക്ക് ഷെയ്ഡ്. കണ്ടോ, നല്ല ഫങ്ഷൻ വെയർ സാരി. ബോഡി ഫുള്ള് ബുട്ട, ഇങ്ങനെ മുന്താണി. ഈ സിക്സാഗ് കാണാവോ? ഈ ഒരു സിക്സാഗ് ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ചുടുന്ന് അടുപ്പിച്ച് കൊണ്ടുപോകുന്നേ ഒരെണ്ണം. നല്ല ഇത് കണ്ടോ, ഈ വീവിങ് ഒക്കെ നല്ല വൃത്തിക്കുള്ള വീവിങ്, നല്ല ഭംഗി. നമുക്ക് സെമി ടസറിൽ അത് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. കാരണം ഒരു പടിക്ക് രണ്ട് പക്ഷി ഇല്ലേ. എന്നെ ഇത്ര ചിരിക്കാനിരിക്കുന്നതല്ല ഇതൊക്കെ പറയട്ടെ. ഞാൻ തന്നെ പറയും, ഞാൻ തന്നെ ചിരിക്കും. എനിക്ക് പണ്ടേ ഉള്ള ശീലമാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ തമാശ ആസ്വദിച്ചില്ല പിന്നെ വേറുള്ളവർ ആസ്വദിക്കണോ? അത് നമ്മൾ ആസ്വദിക്കുക അല്ലേ. എൻ്റെ പോളിസി അതൊക്കെ കേട്ടോ. ഞാനെങ്ങനെയൊക്കെയാണ്, ഞാൻ എന്നെ താഴ്ത്തിക്കെട്ടി പറയുന്നതിനോട് ഞാൻ താല്പര്യപ്പെടുന്നു. എന്നും പോലും പുകഴ്ത്തി പറയില്ല. നമ്മൾ ഈ മനുഷ്യരുടെ എല്ലാം പരിപാടി എങ്ങനെയാണെന്നറിയോ, എല്ലാം സ്വയം അങ്ങ് ഞാൻ കൊള്ളത്തില്ല, എനിക്കങ്ങനെ ഇല്ല, എനിക്കിങ്ങനെ ഇല്ല, അങ്ങനെ പറയരുത്. നമ്മളെ നല്ലതാക്കി പറയണം. ഒന്നും കൊണ്ട് അഹംഭാവം പറയാന്നല്ല അതിൻ്റെ അർത്ഥം. കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓർക്ക് നമ്മളൊന്നിനും കൊള്ളത്തില്ലെന്ന്. ഇതുണ്ടല്ലോ, ഭയങ്കര ഉപദേശമാണ്. അത് ഒരിക്കൽ കൗൺസിലർ ആയിരുന്നല്ലോ, അതിൻ്റെ മിച്ചമൊക്കെ കിടക്കുന്ന. ഇപ്പോൾ കൗൺസിലിംഗ് ഒന്നുമില്ല, നീ തുടങ്ങണം. ഇച്ചിരി പ്രായമായി കഴിയുമ്പോഴത്തേനും പയ്യെ ആ ഫീൽ. പിന്നെ പ്രായമായെന്ന് പിന്നെ നിങ്ങൾ പറഞ്ഞാണ് എനിക്ക് പ്രായമാവില്ലേ. ഇത് ലാവണ്ടർ ഷെയ്ഡ്. ഈ പ്രായം പറയുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ജ്വലിക്കുന്ന എന്തിനാ അല്ലേ? എനിക്ക് ജ്വലനമൊന്നുമില്ല. എനിക്ക് പ്രായമായെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നേ. പ്രായം എന്ന് പറയുന്നത് പണ്ടാരാണ്ട് പറയുക നമ്പരാന്ന് മാത്രമേ എനിക്കൊന്നും തോന്നുന്നില്ല. ഞാൻ എപ്പോഴും കുട്ടിക്കളിയായിട്ട് നടക്കുള്ളൂ. ലാവണ്ടറിൻ്റെ ഡാർക്ക് ഷെയ്ഡ്. ഇപ്പോഴും സാറ്റ് കളിക്കാൻ വിളിച്ചാൽ ഞാൻ പോയി കളിക്കും. ഹൈഡ് ആൻഡ് സീക്ക്. മുന്താണി ഇത് ചെറിയ കുഴപ്പമുണ്ടോ എന്നല്ലേ. അത് ഈ ചിലരുടെയൊക്കെ വിചാരം ഇച്ചിരി പ്രായമായി കഴിഞ്ഞാൽ വലിയ മെച്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകണം, ഗൗരവത്തിൽ നടക്കണം, അധികം സംസാരിക്കരുത്, ഗൗരവത്തിൽ നടക്കണം, ചുമ്മാ പൊട്ടിച്ചിരിക്കണം, അതൊന്നും മെച്യൂരിറ്റിയുടെ ലക്ഷണമല്ലെന്ന്. മെച്യൂരിറ്റി കാണിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ട്
നമ്മളൊരു പ്രശ്നങ്ങൾ വരുമ്പം അതിനെ അഭിമുഖീകരിക്കുന്ന അല്ലെ അതിനെ ഫേസ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളെ സമീപിക്കുന്ന രീതി, അതിലൊക്കെയാണ് മെച്യൂരിറ്റി ഇരിക്കുന്നത്. അല്ലാതെ വർത്തമാനം പറയാതിരിക്കുന്നതിലൊന്നുമല്ല. മനസ്സിലായോ? എല്ലാത്തിനും തടയാട്ടും. പിന്നെ അങ്ങനെ ഒരു ഗുണമല്ലേ. എന്നാ മനസ്സിലായിട്ടാണെന്ന് എനിക്കറിയത്തില്ല. നേവി ബ്ലൂ നല്ല സാരി കേട്ടോ, നല്ല ടെക്സ്ചറാണ് ഇതിൻ്റെ ബോഡിക്ക്. കാരണം നല്ല നമുക്ക് ഉപയോഗിക്കാനാണെങ്കിലും ഞാൻ കാണിക്കുന്ന സാരിയാണ് ഇത്, വിറ്റ് പോകണം എന്നോർത്തുകൊണ്ട് ബെഡായി അടിക്കുന്നതല്ല. എൻ്റെ ഫീലിങ്സാണ് ഞാൻ പറയുന്നത്. നല്ല ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി അറിയത്തില്ലാത്ത ആൾക്കാർ ഞാൻ ഏത് സാരി കൊടുത്താലും ഞാനിപ്പോൾ അങ്ങനെ പറയട്ടെ, ചിലരുടെ വർത്താനം കേട്ടാൽ നമുക്ക് ഒന്നും അറിയത്തില്ലാതെ ചാടിക്കയറി വാങ്ങിക്കുകയും ചെയ്യും, എന്നിട്ട് അവർ അഭിപ്രായം പറയുകയും ചെയ്യും. ഇത് അറിയാവുന്നവരാരും ഒരു കുറ്റവും പറയത്തില്ല. സെമി ടെസർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്യുവർ ടെസർ അല്ലല്ലോ, പക്ഷേ ഈ റേറ്റിനല്ലേ കിട്ടുന്നത് പ്യുവർ ടെസറിൻ്റെ അതേ സമയം. ഡ്രൈ വാഷേ പാടുള്ളൂ. ഫസ്റ്റ് വാഷ് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് വാഷ് എന്ന് ഞാൻ പറയുന്നില്ല, ഇത് വാഷ് ചെയ്യുന്നുണ്ടേ ഡ്രൈ വാഷേ പാടുള്ളൂ. ഇപ്പം നമ്മൾ സെമി ടെസർ ആണെങ്കിൽ ഇപ്പം 5000 രൂപ മുടക്കി കൊണ്ടുപോയി സ്വന്തമായിട്ട് വാഷ് ചെയ്യത്തില്ലല്ലോ, അതിന് വിലയില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനും വില കാണിക്കണം, അത്രേ ഉള്ളൂ. കാണിക്കാതിരുന്നിട്ട് പിന്നെ 4 പക്കം പോയിട്ട് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തും നമ്മൾ സൂക്ഷിക്കുന്ന പോലെയാണ്. എന്താണ് ഇങ്ങനെ ബ്ലൗസ് ഒരിടയ്ക്ക് ഇച്ചിരി വാചോടി കുറച്ചായിരുന്നു, പിന്നെയും തുടങ്ങി. എന്നെ പണ്ടാരായിട്ട് പറഞ്ഞ പോലെ തന്നെ ചൊട്ടയിലെ ശീലം ചൂടിൽ വേണ്ട. ഇവിടെ എന്നോട് പറയുകയാണേ, വാല് കുഴലിലിട്ടാലും ഇവർ വരുന്ന ഇതിനൊക്കെ ഉണ്ടല്ലോ. ഞാനൊന്നും പറയുന്നില്ല മറുപടി. ശരിയാ, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പറഞ്ഞിട്ടൊരു കാര്യമില്ലത്. ബ്ലാക്ക് അടിപൊളി ബ്ലാക്ക്, നല്ല ഡാർക്ക് ബ്ലാക്ക്. കണ്ടു ബ്ലാക്കും കോപ്പറും കൂടെയാണ്. ഇതൊക്കെ എടുത്തങ്ങോട്ട് ഉടുക്ക്. എന്നിട്ടുണ്ടല്ലോ നല്ല ബ്ലാക്ക് മെറ്റലിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് അങ്ങനെ ഒരു ഗെറ്റപ്പ് ആക്കണം. അപ്പം അടിപൊളിയാണ്. ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഈ സെമി ടെസറൊക്കെ ഉടുക്കുമ്പോൾ നമ്മൾ ഗോൾഡ് അല്ല ചേരുന്നത്. എൻ്റെ ഒപ്പീനിയൻ ആട്ടോ, ഗോൾഡ് അല്ല ചേരുന്നത്, വേറെ ഓർണമെൻറ്റ്സാണ്. ഗോൾഡിൻ്റെ അല്ലാത്ത മീൻസ് റോൾഡ് ഗോൾഡ് നല്ല ഉദ്ദേശിച്ചേ, മുത്തോ പേളോ പവിഴവോ ഡയമണ്ടും വേണ്ട, കൊള്ളത്തില്ല. ഒനിയൻ പിങ്ക്, എന്നാ കളറുകളല്ലേ, നല്ലല്ലേ, നല്ല കേട്ടോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. എന്താണ് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ. ആ ടൈപ്പ് സാരി തീർന്നേ. ഇനി വേറെ ഒരു 3 ടൈപ്പ് സാരി കാണിക്കാം. ഇതൊരു സിമ്പിൾ സാരി. എന്നാ പറയുന്നത്, പ്ലെയിൻ സാരിക്ക് ബോർഡർ വെച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ. ടീച്ചർ സാരിയാണോ ഇത്? ടീച്ചർ സാരി അല്ല മക്കളെ, ഇത് ടീച്ചർ സാരി എന്ന് പറയുന്നത് മറ്റേ കോട്ടൺ സ്റ്റഫേ വരുന്നത്. ഇത് കോട്ടൺ സ്റ്റഫ് അല്ല, ഇത് ഈ ചന്തേരിയുടെ ഒക്കെ പോലത്തെ സ്റ്റഫാണ്. ഇതിന് ടീച്ചർ സാരി എന്ന് പറഞ്ഞ ഒരു വിഭാഗം സാരി വരുന്നുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ ഒന്നുമല്ല, ടീച്ചേഴ്സൊക്കെ ലളിതമായിട്ടുള്ള വസ്ത്രധാരണങ്ങളെന്നാണല്ലോ ഒരു വെപ്പ് നമ്മുടെ പ്രൊഫഷണൽ ടൈമിൽ. അങ്ങനെയുള്ള നല്ല ലുക്കുള്ള സാരീസ്. ഇത് നമ്മുടെ പ്ലെയിൻ സാരിക്ക് ബോർഡർ വെച്ച് വന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ താഴേക്ക് ഒരു വീവിങ് ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻസ് പോലെ ഒരു വീവിങ് ഉണ്ട്. എന്നിട്ട് ഒരു സിൽവർ ബോർഡർ. സിമ്പിൾ സാരി, ഒന്നും ഒരിതില്ല. പക്ഷേ ഇങ്ങനെ 1 പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇത് ഇപ്പോൾ ഈ സിൽവർ ബോർഡർ വരുന്നതുകൊണ്ട് നല്ല പേളുമാലയൊക്കെ ഇടുവാണെങ്കിൽ അടിപൊളിയാണ്. മുന്താണി ഇതേ വന്നിട്ട് ഇങ്ങനെ ഇത്ര ഒരു സാധനം അറ്റത്തുണ്ട്, അതാണ് മുന്താണി എന്ന് പറയുന്നത്. ഇതിന് ബ്ലൗസ് ഉണ്ട്, സെയിം തന്നെ ബ്ലൗസ് ഉണ്ട്. പക്ഷേ റണ്ണിങ് ബ്ലൗസാണ്. പക്ഷേ വേറെ കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെങ്കിൽ ഇടുവാണെങ്കിൽ നല്ല, പ്രത്യേകിച്ചും സിൽവറൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫങ്ഷൻ്റെ ഒരു ടച്ച് കിട്ടും. പിന്നില്ലേ, പിന്നെന്നാ ഒന്നുമില്ല. എനിക്ക് എപ്പോഴും ഉള്ളതാണ് ഈ ഒരു പരിപാടി കേട്ടോ. എപ്പോഴും ഇങ്ങനെ വരും, പിന്നില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കാൻ വരുവേ, എന്നിട്ട് മറന്നു പോവും. ഇപ്പം ഇവർ പറയും, ഞാൻ ഒന്നും പറയുന്നില്ല, മറവിയേ. ഇവിടെ കുറേ കൊച്ചു പിള്ളേരുണ്ട്, കൊച്ചു പിള്ളേർ ഉണ്ടോ, നല്ല തവിട്ട കളർ
എന്ന് പറഞ്ഞാൽ എന്നാ കളറാണെന്ന് അറിയാമോ? ഇഷ്ടികയുടെയൊക്കെ കളറ്, ചില ഇഷ്ടികയുടെ കളർ കേട്ടോ, ബ്രിക്കിൻ്റെ കളറ്. എന്നിട്ട് ഈ സിൽവർ ബോർഡർ, താഴത്തെ ബോർഡറിന് ഇച്ചിരി കൂടി വീതിയുണ്ട് കണ്ടോ, അടിയിലത്തെ ഇവിടുത്തെ ബോർഡറിനെ കഴിഞ്ഞ് ഒരു പൊടിക്ക് വീതി കൂടുതലുണ്ട്. മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ ഒരു സാധനം മുന്താണി. ബ്ലൗസ് സെയിം. നല്ല ഇതാ ട്രാൻസ്പെറൻസി ഒക്കെ കാണിച്ചാൽ, ട്രാൻസ്പെറൻസ് സീത്രൂ ഒന്നുമല്ല, കട്ടി കുറവും കനം കുറവാണ്, പക്ഷെ സീത്രൂ ഒന്നുമല്ല, നല്ലപോലെ വടി പോലെ നിൽക്കുന്നതല്ല, എന്നാൽ ഒഴുകി പോകുന്നതുമല്ല. ചന്തേരിയുടെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ. ഇനി റോസ് സിൽക്കിൻ്റെ റോസ് സിൽക്ക് എന്ന പേരേ ഉള്ളൂ, റോസ് സിൽക്കിൻ്റെ ഒരു കാറ്റഗറി പെട്ട മെറ്റീരിയലിൻ്റെ ഒരു വെറും പ്ലെയിൻ സാരി. പ്ലെയിനാണ്, പ്ലെയിനെ കൂടെ ചെറിയ ചെറിയ ഡിസൈൻസ്, ഒറ്റ കളറേ ഉള്ളൂ. അതിൻ്റെ മെറ്റീരിയൽ ഇതിപ്പോൾ സെമി റോസ് സിൽക്ക് എന്നും പറഞ്ഞാൽ വരുന്നത്. വില കേൾക്കുമ്പോൾ റോസ് സിൽക്കിൻ്റെ ഒക്കെ മീറ്ററിന് 1 മീറ്ററിനാകുന്ന വിലയെ ഈ സാരിക്ക് ഫുള്ളാകുന്നുള്ളൂ. പക്ഷെ റോസ് സിൽക്കിൻ്റെ നല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ സ്റ്റഫ്. റോസ് സിൽക്ക് എന്ന് പറയുമ്പോൾ നല്ല ഒരു ഭയങ്കര ഒരു സിൽക്ക് ഫീലല്ലേ, അത് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വീവിങ്ങിൽ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ, ഇതൊന്ന് കാണിച്ചേ, അതാണ് ആ സാരിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഇത്, വേറൊന്നുമില്ല, ബാക്കിയെല്ലാം പ്ലെയിനാണ്. നല്ല കോൺട്രാസ്റ്റ് വൈറ്റ് ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ സിൽക്ക് പോലത്തെ ബ്ലൗസ് ഇടണം, സിൽക്കോ അല്ല ഹക്കോബായ് ആണെങ്കിലും ചേരും കേട്ടോ, നല്ല ബ്ലൗസ്. മുന്താണിക്ക് വരുമ്പോൾ നിറച്ചും ആ ഒരു വൈറ്റിൻ്റെ ഒരു ഇത് പോവും. ഇത്രേ ഉള്ളോ സാരി? ഇല്ല, അത് കഴിഞ്ഞില്ല, പരിപാടി കഴിഞ്ഞില്ല. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അജ്രക്ക് പ്രിൻ്റ് വരുന്ന നമ്മുടെ ചുമ്മാ സാരി, ചുമ്മാ ഉടുക്കുന്ന സാരി എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്തോ, എങ്ങനെ വേണമെങ്കിലും കൊണ്ടു നടന്നോ, കാണാനൊരു ചന്തവും ഒക്കെ ഉണ്ട്. നമ്മൾ ചില പിള്ളേരുടെ കാര്യം പറയല്ലേ, വലിയ സുന്ദരിയൊന്നുമില്ല, പക്ഷേ മൊത്തത്തിലൊരു ചന്തമൊക്കെ കണ്ടാൽ പറഞ്ഞ പോലെ. ഇത് സുന്ദരിയല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല കണ്ടോ അജ്രക്ക് പ്രിൻ്റ് വരുന്ന ഒരു സോഫ്റ്റി സിൽക്ക് സാരി. ഇതാണ് പ്രിൻ്റ്, ബോഡിയിലെ പ്രിൻ്റ്. ഇതിപ്പം ബ്ലൗസ് എന്തോ അടി, ഇത് മുന്താണി അല്ലേ, ഇത് മുന്താണി, ഇത് മുന്താണി, ഇത് ബ്ലൗസ് കണ്ടോ, ഇത് വരും ബ്ലൗസ്. വിലയും കൂടെ നോക്കണം, വിലയും കൂടെ വെച്ച് നോക്കുമ്പോൾ നല്ലതാ. ചുമ്മാ ഒരു സിൽക്കി ആയിട്ടുള്ള സാരി കണ്ടോ, ആ പ്രിൻറ്റിനാ ഒരു, ഇപ്പം അജ്രക്കിൻ്റെ അല്ല കലങ്കാരിയുടെ പ്രിൻ്റ് പോലത്തെ പ്രിൻ്റാണ് ശരിക്കും ഇതിനുള്ളത്, പ്രിൻ്റ് മാത്രം. അതിൻ്റെ ഇപ്പം കണ്ടത് ഡാർക്ക് ഒരു റെഡിഷ് മെറൂൺ. മൊത്തം നൂറുകൊണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാണ്? മുമ്പേ കണ്ടത് തന്നെ കേട്ടോ, അതിൻ്റെ കളറുകൾ വ്യത്യാസപ്പെട്ട് മാത്രമേ ഉള്ളേ. ഇതിപ്പോൾ ബ്ലാക്ക് കണ്ടോ, നല്ല ബ്ലാക്ക്. എന്നിട്ട് ബ്ലൗസ് ഇതിങ്ങനെ വരും, മുന്താണി സെയിം ലൈൻസ്, ഇങ്ങനെ ലൈൻസ് ഉള്ള മുന്താണി. ഒരു സാരി ഫോൾ പിടിപ്പിക്കണം, എന്നിട്ട് ഉടുക്കണം. നല്ല വിലക്കൂടിയ സാരി ആയിട്ടേ തോന്നുള്ളൂ. സാരി ഫോളൊന്നും പിടിപ്പിക്കാതെ ഉടുക്കല്ല നീ. ബ്ലൗസും അത് തന്നെ തയ്ച്ചിടണം, അല്ലെങ്കിൽ അതിന് ചേരുന്ന ബ്ലൗസ് കറക്റ്റ് ബ്ലൗസ് ഇടണം. വേറെ മെറ്റീരിയൽ പോയി ബ്ലൗസ് ഇടരുതേ, അപ്പം ശരിയാത്തില്ല. അപ്പം എന്നെ അടുക്കും സാരിയുടെ ഒരു ഇത് പോകും. ഇതിപ്പോൾ നേവി ബ്ലൂ കണ്ടോ, നല്ലല്ലേ, നല്ല ഡാർക്കാണ് കേട്ടോ. ബ്ലാക്കിൻ്റെ ആണെങ്കിലും ആ റെഡിൻ്റെ മെറൂണിൻ്റെ ആണെങ്കിലും ഈ നേവി ബ്ലൂവിൻ്റെ ആണെങ്കിലും ഡാർക്ക് ഷെയ്ഡാണ്, നല്ല, അതാണ് അതിൻ്റെ ഒരു ഭംഗി. ബ്ലൗസ് ഇങ്ങനെ, ബ്ലൗസ് അത് തന്നെ ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ. വേറെ ബ്ലൗസ് ഞാനിപ്പോൾ പറഞ്ഞോണ്ടുണ്ടല്ലോ, വേറെ ബ്ലൗസ് വേണമെങ്കിലും ഇടാം. ആ ഒരു കുത്തുകുത്തുള്ളത് ഇട്ടില്ലേലും വേറെ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ ഇടുക, നല്ലതായിരിക്കും. പ്ലെയിനും ഒക്കെ ഇത് നിറച്ചും പ്രിൻ്റ് അല്ലേ, അപ്പോൾ പ്ലെയിൻ ബ്ലൗസ് ഇടുന്നതല്ല. ഇത് മുന്താണി, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ കാണിച്ചപ്പം
ഇട്ടിരുന്ന കുർത്തികൾ കാണിക്കാനും പറഞ്ഞ് ഒത്തിരി പേര് പറയും. അതിപ്പോൾ ഓൾറെഡി ഷോപ്പിൽ വെച്ച് പോയി. അതിൻ്റെ എല്ലാ സൈസും ഒന്നും ഇല്ല. ചിലതിന് എല്ലാ സൈസും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഈ ഒരു സൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ വന്ന നല്ല കുർത്തിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു റോസ് കണ്ടായിരുന്നു, പിങ്ക്. അത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഒത്തിരി പേര്. ഇവിടെ കഴുത്തെ മുറിച്ചു. അത് ചിനൻ ക്രേപ്പ് എന്നും പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൽ തീർത്തത്. എന്നെ സുഖമെന്ന് പറയും ഇടാൻ. അടിപൊളിയാണ്. ഫങ്ഷൻ വെയർ ആയിട്ട് വരെ ഇടാൻ പറ്റുകയും ചെയ്യും. ഇച്ചിരി റേറ്റ് ഉണ്ട്, 1100 രൂപ അങ്ങനെ അതിൻ്റെ റേറ്റ് ഉണ്ട്. ഇത് ഗ്രീൻ. ഇന്നത്തെ ഇത് കാണിക്കുമ്പോൾ ഇന്നലത്തെ കാര്യമോ പറയുന്നത് അല്ലേ? ഗ്രീൻ ഷെയ്ഡ് കേട്ടോ, ബോട്ടിൽ ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലൗസ് ഇത്, മുന്താണി ഇത്. ഇത്രയല്ലേ ഉള്ളൂ. ഇത് ഇത്രയല്ലേ ഉള്ളൂ. ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലൊന്നും ഇല്ലല്ലോ. പിന്നെ നാളത്തെ വീഡിയോ ഉറപ്പായിട്ടും മിസ്സാക്കാതെ കാണുവാണെങ്കിൽ ഇതുണ്ട്, ഒരു വലിയ വമ്പൻ ഡിസ്കൗണ്ട് സെയിൽ ചുരിദാർ സെറ്റിൻ്റെ. വളരെ നല്ല ഡിസ്കൗണ്ട് സെയിൽ. എല്ലാത്തിനും കിട്ടിയ വിലയുടെ പകുതി പോലും ഇടാത്ത അത്രയും വലിയൊരു ഡിസ്കൗണ്ട് സെയിൽ. ഇനിയിപ്പോൾ അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും കാണും ചുരിദാർ സെറ്റ് അല്ലെങ്കിൽ കുർത്തി. ഇങ്ങനെ നോർമൽ സാരീസും കാണിക്കും. ചില ദിവസം സാരിയുടെ ഡിസ്കൗണ്ട് സെയിൽ കാണിക്കും, ചില ദിവസം ആ കൂടെ തന്നെ ചുരിദാർ സെറ്റിൻ്റെ ഡിസ്കൗണ്ട് സെയിൽ കാണിക്കും. ക്ലിയറൻസ് സെയിൽ എന്നാണ് പറയുന്നത്. ഞാൻ ഡിസ്കൗണ്ട് സെയിലിനൊക്കെ ഞാൻ ക്ലിയറൻസ് സെയിൽ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പുതിയ ഷോപ്പ് പണി നടക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പീസ് വന്നതും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് എണ്ണം കൂടിപ്പോയതും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സാരിയുടെ ഉണ്ട്, ചുരിദാർ സെറ്റിൻ്റെ ഉണ്ട്, കുർത്തിയുടെ ഉണ്ട്. എല്ലാ ദിവസവും കുറേശ്ശെ കാണിക്കും. അപ്പം കാണണം കേട്ടോ. ഇത് ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ കിട്ടുന്ന കാര്യം അറിയത്തില്ല. ഇപ്പോൾ ഒന്നും പറയാറായില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്ന് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാലേ ഒന്നും തയ്യാറായിട്ടില്ലെന്നേ. പലവിധ പരിപാടികളുമായിട്ട് നടക്കുന്നതുകൊണ്ടേ ഞാനല്ല, എല്ലാവരും ബിസി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.